ഒന്ന് നിന്നേ, ഒരു കാര്യം പറയാനുണ്ട്. ഇവർക്ക് വികസനത്തിനെ കുറിച്ച് ചർച്ച ചെയ്യാൻ താല്പര്യമില്ല, കഴിവില്ല. ആകാശത്തേക്കോടെ പോണ റോക്കറ്റ് തോട്ടിട്ട് പിടിച്ച് ആസനത്തിൽ വെച്ച് പൊട്ടിക്കാന്ന് കേട്ടണ്ട. ഇതാണ് ഐറ്റം. ഞാനും തയ്യാറാണല്ലോ. ഓ, പക്ഷെ നുണ പറയാൻ പാടില്ല, അതാണ് എന്റെ കണ്ടീഷൻ. എന്തിനാ പാവത്തിനെ പറഞ്ഞിളക്കി വിട്ടത്? ഇനിയും തല്ലുകൊള്ളിപ്പിക്കാനാ? ഇവൻ അവിടെ ചെന്നാൽ അവന്റെ മനസ്സമാധാനം നഷ്ടപ്പെടും. എന്നെ തോപ്പിക്കാൻ വെല്ലുവിളിച്ച് നടക്കുന്ന അവന് ഇവനൊരു തലവേദനയാവണം. അവിടെ പോയിട്ട് കൈരളി ടിവിക്ക് കൊടുക്കുന്ന നുണ അവിടെ പറയാൻ പാടില്ല. അതാണ് എന്റെ ഒരു ഏറ്റവും കൂടുതൽ എന്റെ ഒരു കണ്ടീഷൻ. ആവേശം കൊണ്ട് ഓരോന്ന് വിളിച്ചു പറഞ്ഞ് തടിയേടാക്കണ്ട, പണിയെടുക്കാതെ ജീവിക്കാൻ നോക്ക്. ഓ, ഞാൻ റെഡിയാണ്. പറയൂ. എന്നോട് കളിക്കാൻ ധൈര്യം എന്നോട് കളിക്കാൻ ഞാനുണ്ട്. ഫ്രണ്ടിന് അങ്ങനെ ഒരു മോഹം ഉണ്ടെങ്കിൽ ഞാനായിട്ട് തടസ്സം നിൽക്കുന്നില്ല. പണി പാളി. 29 രാവിലെ കൊണ്ട് ഉച്ചവരെ ഞാൻ തയ്യാറാണ്. എന്താ പറയുക, ബേജാറാക്കണ്ട. നിങ്ങൾക്ക് സംശയം നിങ്ങൾ വെക്കണ്ട, നിങ്ങൾ വേറെ സ്ഥലം വിട്ടോളി, മാറണോ. ഞാൻ പൂജപ്പുര സ്ഥലവും നിർദ്ദേശിക്കുന്നു. ഞാൻ അപ്പോഴേ പറഞ്ഞതാ ഇതൊന്നും വേണ്ടാന്ന്. നിങ്ങക്ക് എന്താ ചെയ്യാ, ഇക്കുവത്തിലും ഇറങ്ങാനൊക്കെ പറ്റുമോ? എനിക്കൊരു കാര്യം സംസാരിക്കാനുണ്ട്. എനിക്ക് അത്യാവശ്യമായിട്ട് വിശാഖപട്ടണം വരെ ഒന്ന് പോകണം. അവിടെ എനിക്കൊരു പ്രോപ്പർട്ടി ഉണ്ട്, തെങ്ങന്തോപ്പ്. സോ അവിടെ വളവടിയിൽ നടക്കുകയാണ്, ഞാൻ ചെല്ലാൻ ഏറ്റവും. വികസന സംവാദ വെല്ലുവിളിയിൽ നിന്ന് പിന്മാറി BJP അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ. എന്താ പേടിയാ? പേടിയോ? അയ്യോ, അതെന്താന്ന് പോലും എനിക്കറിയില്ല. ഇവൻ ഭയങ്കര പേടിത്തൂറിയാ. ഡേറ്റ് എന്തിനാണ് അദ്ദേഹം തീരുമാനിച്ചറിയില്ലേ? 29-ാം തീയതി പ്രൈം മിനിസ്റ്റർ വരുന്നുണ്ട്. എനിക്ക് വീട്ടിൽ എന്തോ ആവശ്യമുണ്ട്. ഞാൻ ഒറ്റയ്ക്ക് ഒരാളല്ലേ ഉള്ളൂ. ഞാനൊന്ന് പോയിട്ട് പെട്ടെന്ന് ഇങ്ങോട്ട്. നേമം മണ്ഡലത്തിലെ പരസ്യ സംവാദ വിഷയത്തിൽ തീയതി മാറ്റാൻ താൻ തയ്യാറാണെന്ന് ഇടത് സ്ഥാനാർത്ഥി വി ശിവൻകുട്ടി പറയുന്നു. അയ്യോ വേണ്ട, ഇപ്പൊ ഞാൻ ഇങ്ങോട്ട് വന്ന ഞാൻ പുറത്തേക്ക് ഇറങ്ങാൻ നിൽക്കുക. അല്ലല്ല, ഞാൻ 2 മണി വരെ ബിസിയാണ്. ഓക്കെ, അതെ ആണോ? അതല്ല, ഇത് ഈ 2 സ്ഥലവും പിന്നെ തീയതി വേറെ മാറ്റിയാലും എനിക്ക് പ്രശ്നമല്ല. അദ്ദേഹം പറഞ്ഞ തീയതിയിൽ ഞാൻ ക്രമീകരിച്ചു. ഇതിനോട് ആരാ പോന്നെ? അളിയ നിൽക്ക, ഞാൻ ആ വിവാദത്തിൽ പോകാൻ എനിക്കൊരു താല്പര്യമില്ല. തന്നെ ഇത്രയും നാളെ ഞാൻ വെറുതെ വിട്ടത് പേടിച്ചിട്ടല്ല, തന്നെ തല്ലി എന്റെ കൈ നാറ്റിക്കണ്ടല്ലോ എന്ന് കരുതിയ. പക്ഷെ എന്റെ കൈ നാറ്റിക്കുന്നതിൽ എനിക്ക് വിരോധമൊന്നുമില്ല. ഞാനാണ് ഇന്നാണോ പറയണ്ടത്? അവര് പറയട്ടെ, അവര് പറയുന്ന എല്ലാ കാര്യങ്ങളും ഞാൻ മറുപടി കൊടുക്കാൻ താല്പര്യമില്ല. പേടിയില്ലാന്ന് പറഞ്ഞിട്ട് പേടിയൊന്നുമില്ല, അവറ്റകളെ എനിക്ക് ഇഷ്ടമല്ല പണ്ട് മുതലേ. വൃത്തികെട്ട ജന്തുക്കൾ. ശിവൻകുട്ടിന്റെ ഒപ്പം സംവാദം ഞാൻ ചെയ്യാൻ തയ്യാറാണ്. അദ്ദേഹം 29-ാം തീയതി ഒരു ഡേറ്റ് എന്തിനു തീരുമാനിച്ചു? എനിക്കൊന്ന് വിശാഖപട്ടണത്ത് പോയതായിരിക്കും. എക്സാക്ട്ലി. എനിക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഞാൻ അദ്ദേഹത്തിനോട് വിളിച്ചോളാം. വാസു, ഞാൻ വീട് വരെ ഒന്ന് പോവുകയാണ്. ഗുസ്തിയുടെ ദിവസം കഴിഞ്ഞിട്ടേ ചിലപ്പോൾ ഞാൻ തിരിച്ചു വരുള്ളൂ. ഫാസ്റ്റ് ട്രെയിൻ തന്നെ പിടിക്കണം, സമയമില്ല. എല്ലാം ഞാൻ വിശദമായി തിരിച്ചു എന്ന് പറയാം. പിന്നെ കാണാം.